So in this video we are going to discuss about line defect. So basically there are two types of line dislocation, that is edge dislocation and screw dislocation. Okay, so we will discuss edge dislocation and screw dislocation in detail. The first one is edge dislocation. So edge dislocation is formed by the presence of an extra plane in a crystal. Okay, it's how edge dislocations are formed. See, let us see this figure. This is a figure showing perfect crystal. Okay, there is no dislocations. All the atoms are arranged perfectly, right? So here I am inserting an extra plane of atoms A, B, C, D. Okay, here I am inserting an extra plane of atoms A, B, C, D. So ആ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷനെ പറയുന്ന പേരാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. സോ the simplest type of dislocation is called Taylor or Owen dislocation. So ഈ ഡിസ്ലൊക്കേഷൻ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഡിസ്ലൊക്കേഷൻ may arise due to a crystallization ഡിഫക്റ്റ്. നമ്മൾ ക്രിസ്റ്റൽ സോളിഡ് ലിക്വിഡ് സോൾഡ് ആവുന്ന സമയത്ത് ഉള്ള ക്രിസ്റ്റലൈസേഷൻ ഡിഫക്റ്റ് കൊണ്ടുള്ള മിസ്മാച്ച് മൂലമാണ് ഈ ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത്. സോ ബേസിക്കലി എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇഫ് ദ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ്, ഈ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് ഈസ് ഓൺ ദ ടോപ്പ് ഹാഫ് ഓഫ് ദി ക്രിസ്റ്റൽ. നോക്കി, ഈ ടോപ്പ് ഹാഫ് ഓഫ് ക്രിസ്റ്റലിലാണ് എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ദർ ഇഫ് ദി എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് കം ഇൻ ദി ബോട്ടം പാർട്ട് ഓഫ് ദി ക്രിസ്റ്റൽ, അതായത് ആ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് അതിൻ്റെ ബോട്ടം ഹാഫിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയും നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട്. സോ the region of crystal where extra plane is present will be in compression and the other region will be in tension. So നമ്മൾ extra plane add ചെയ്ത region, see this here extra plane ABC is added. So the region where extra plane is added will be under compression and the other region will be in tension. Okay, ആണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അതൊരു എക്സ്ട്രാ പ്ലെയിൻ വരും. എക്സ്ട്രാ പ്ലെയിൻ വരുന്ന ഭാഗത്തുള്ള ആറ്റംസ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ആ ഭാഗത്ത് കംപ്രഷൻ ആയിരിക്കും, അതർ ഭാഗത്ത് ടെൻഷൻ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ടോപ്പ് ഹാഫിൽ പറഞ്ഞ എക്സ്ട്രാ പ്ലെയിൻ, നെഗറ്റീവ് ആണെങ്കിൽ ബോട്ടം ഹാഫിൽ പറഞ്ഞ എക്സ്ട്രാ പ്ലെയിൻ. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? ബർഗർ വെക്ടർ. നമ്മളിവിടെ സർക്യൂട്ട് വരയ്ക്കുന്നത്. Okay, a dislocation is characterized by a vector known as Berger vector. Or dislocation is characterized by a circuit vector known as Berger vector. How we can draw the Berger vector? See, if there is no dislocation, if we draw the Berger vector, what happened is what is Berger circuit? Berger circuit is atom by atom circuits drawn around the dislocation line. So atom by atom circuit drawn around the dislocation line. Here ABCD is an extra plane of atoms, and so AB is a dislocation line. So line by atom line is drawn around the dislocation line. So it comes here, so it will not close. The circuit will not get close. See, if we draw a circuit atom by atom, it will come like this and ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വെക്ടർ കൊടുക്കേണ്ടി വരും. എന്തിന്? ടു ക്ലോസ് ദിസ് സർക്യൂട്ട്. ദിസ് എക്സ്ട്രാ വെക്ടർ ഈസ് നോൺ ആസ് ബർഗർ വെക്ടർ. ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സ്ട്രാ വെക്ടർ വരത്തുള്ളൂ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആറ്റം ബൈ ആറ്റം സർക്യൂട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ circuit is drawn around the dislocation line and the vector needed to close circuit is known as Berger vector. ഈ ഒരു വെക്ടറിനെ പറയുന്നവരാണ് Berger's vector. Okay, in a perfect crystal there is no dislocation, so there is no Berger vector. ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിനകത്ത് നോ ഡിസ്ലൊക്കേഷൻ, അവിടെ ബർഗർ വെക്ടർ ഇല്ല, ബർഗർ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും.
So in the presence of dislocation, the burger circuit will not close perfectly. ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു ബർഗർ സർക്യൂട്ട് കറക്റ്റായിട്ട് ക്ലോസ് ആവത്തില്ല, ഇത് വന്ന് ഇങ്ങനെ നിൽക്കും. സോ ദ വെക്ടർ നീഡഡ് ടു ക്ലോസ് എ സർക്യൂട്ട് ഈസ് നോൺ ആസ് ബർഗർ വെക്ടർ. സോ ഓക്കെ, ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ഈസ് എ ഡിസ്ലൊക്കേഷൻ ലൈൻ, ദിസ് ഈസ് എ ബർഗർ വെക്ടർ. സോ ഇൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, the dislocation line and burger vector are perpendicular to each other. So dislocation line and burger vector are perpendicular to each other. So next one is screw dislocation. What is screw dislocation? So in screw dislocation is formed by shear stress applied on a crystal such that a portion of crystal is shifted relative to each other. അപ്പോൾ സ്ക്രൂ ഡിസ്കഷനകത്ത് നമ്മളൊരു ഷിയർ സ്ട്രെസ് കൊണ്ടാണ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത്. അതിനകത്ത് ക്രിസ്റ്റലിലെ ഒരു പോർഷൻ വേറൊരു പോർഷൻ അല്ലെങ്കിൽ വേറൊരു പോർഷനായിട്ട് റിലേറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ദിസ് ഈസ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഓക്കെ, വി ആർ അപ്ലൈയിങ് ഷിയർ ഫോഴ്സ് ഹിയർ, we are applying shear force. Then what happened is that along the dislocation line PS, the upper part of the crystal is shifted. Okay, it will shift like this. So അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Upon the application of shear stress, the upper part of the crystal to the right of the PS. What is PS? PS is a dislocation line. PS has skipped relative to the lower part in a direction of slip vector. അതായത് ഈ ലോവർ പാർട്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് എങ്ങോട്ട് സ്ലിപ്പാകുന്നു? ഈ ബർഗർ വെക്ടറിൻ്റെ ഇങ്ങോട്ട് സ്ലിപ്പാവുന്നു, ഇത് ഇങ്ങോട്ട് സ്ലിപ്പാവുന്നു. കാണിച്ചു വെക്കുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങോട്ട് സ്ലിപ്പാവുന്നു. സോ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേന് എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് ഷിയർ സ്ട്രെസ് ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ ഈ സ്ലിപ്പിനുള്ള കോസ് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ നമ്മൾ ബർഗർ വെക്ടർ വരയ്ക്കുന്നു. ബർഗർ വെക്ടർ വരയ്ക്കുമ്പം ഇതിനകത്ത് ഡിസ്ലൊക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ക്ലോസ്ഡ് വൺ. ഡിസ്ലൊക്കേഷൻ വന്നുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത് ഇങ്ങനെ ഒന്ന് ക്ലോസ് ആവത്തില്ല, ഇതിങ്ങനെ വന്നിരിക്കും. സോ എക്സ്ട്രാ വെക്ടർ ഈസ് ഗിവൺ, ദിസ് വെക്ടർ ഈസ് നോൺ ആസ് ബർഗർ വെക്ടർ. അപ്പോൾ ഇതിനകത്ത് ഡിസ്ലൊക്കേഷൻ ലൈൻ ഇതാണ്, ബർഗർ ഡിസ്ലൊക്കേഷൻ ലൈൻ ഇതാണ്, ബർഗർ വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഡിസ്ലൊക്കേഷൻ ലൈനും ബർഗർ വെക്ടറും തമ്മിൽ പാരലലാണ്. ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. So in this figure, burger vector is drawn around the screw dislocation. It can be observed that burger vector is parallel to dislocation line. So ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ പേര് എങ്ങനെയാണ് വന്നത്? The screw dislocation derives its name from the spiral or helicate path that can be traced along the dislocation line by the അറ്റോമിക് പ്ലെയിൻസ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഈ ഒരു ഡിസ്ലൊക്കേഷൻ ഈ ഒരു ഡിസ്ലൊക്കേഷൻ ലൈൻ അബൌട്ടായിട്ട് ഈ ഒരു മോഷൻ സ്പൈറല്ല. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും വരും, റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വരും, അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വരും, അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്പൈറലും ഉണ്ട്. ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ ബേസ് എബൌട്ടായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പൈറലാണെങ്കിൽ നെഗറ്റീവ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ വരും, റൈറ്റ് ഹാൻഡ് സ്പൈറലാണെങ്കിൽ പോസിറ്റീവ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സർഫസ് ഡിഫെക്ട്സ് ആണ്. അപ്പോൾ സർഫസ് ഡിഫെക്ട്സ് എന്ന് പറയുമ്പോഴത്തേന് അതിനെക്കുറിച്ച് അത് ഏത് ടൈപ്പ് ഡിസ്ലൊക്കേഷനാണ്? സർഫസ് ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 dimensional. Okay, surface defect is 2 dimensional in nature. So surface defect 2 dimensional is due to a change in the stacking of atomic plane. Okay, it refers to region of distortion lie a surface having thickness of few atomic diameter. അപ്പോൾ ഇത് നമുക്ക് സർഫസിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡിഫക്റ്റ്. സോ ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ക്രിസ്റ്റൽ ഇറ്റ്സെൽഫ് ഹാസ് ഇംപെർഫെക്ഷൻ ആസ് അറ്റോമിക് ഡു നോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് സർഫസ്. സോ ആ 3 ടൈപ്പ് ഓഫ് സർഫസ് ഡിഫക്ട്സ് ആണ് നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഗ്രെയിൻ ബൗണ്ടറി, ടിൽറ്റ് ബൗണ്ടറി, ട്വിൻ ബൗണ്ടറി. ഗ്രെയിൻ ബൗണ്ടറി, ടിൽറ്റ് ബൗണ്ടറി, ടിൻ ബൗണ്ടറി. അപ്പോൾ 3 എണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് സോൾട്ടിഫിക്കേഷൻ
നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രെയിൻ ബൗണ്ടറി എന്താണ്. ഡ്യൂറിങ് സോൾട്ടിഫിക്കേഷൻ ദ ലിക്വിഡ് മെറ്റൽ ഗ്രോസ് ഇത് ക്രിസ്റ്റൽസ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. ഡ്യൂറിങ് സോൾട്ടിഫിക്കേഷൻ ഓഫ് മെറ്റൽ വെൻ ദ ഗ്രോയിങ് ക്രിസ്റ്റൽ ഹാവിങ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ മീറ്റ് ഈച്ച് അതർ അറ്റോമിക് പാക്കിംഗ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ഗ്രെയിൻസ് ഗെറ്റ് ഡിസ്റ്റോർച്ചഡ് ആൻഡ് ദ റീജിയൻ ഓഫ് ഇംപെർഫെക്ഷൻ ഇസ് ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞു മോൾട്ടൺ മെറ്റൽ കുറേ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, ഗ്രെയിൻസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു, വളർന്ന് ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് സം കൈൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്റ്റോർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എന്ത് ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷനാണ്? ഡിഫക്റ്റാണ്, സർഫസ് ഡിഫക്റ്റ്. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി കൂടെ നമുക്ക് ഒരു ക്രാക്ക് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഗ്രെയിൻ ബൗണ്ടറി ഒരു സർഫസ് ഡിഫക്റ്റാണ്. ഓക്കെ, ട്രാൻസിഷൻ സോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ട്രാൻസിഷൻ സോണിലുള്ള ആറ്റംസ് ഇസ് നോട്ട് അലൈൻഡ് വിത്ത് ഐദർ ഗ്രെയിൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ സോണിനെ പറയുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറി. ഇപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി ഇൻ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ in a polycrystalline material is a disturbed region of lateral few diameter wide. അപ്പോൾ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന് ഗ്രെയിൻ ബൗണ്ടറി കുറച്ച് ആ ഒരു ട്രാൻസിഷൻ സോൺ കുറച്ച് ഫ്യൂ ഡയമീറ്റർ വൈഡ് ആയിരിക്കും, അതായത് അറ്റോമിക് ഡയമീറ്റർ റേഞ്ചിലാണ് പറയുന്നത്. ഓക്കെ, at some locations along the grain boundary, atoms are so closer they cause a region of compression. In some other regions, atoms are far apart, they leads to a region of tension. So, ഈ ഗ്രെയിൻ ബൗണ്ടറിയിലെ ചെറിയ ഏരിയസ് ആറ്റംസ് എല്ലാം അടുത്തടുത്തിരിക്കും, അവിടെ കംപ്രഷൻ ആയിരിക്കും. പക്ഷേ ചിലയിടത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കും, അവിടെ ടെൻഷൻ ആയിരിക്കും. സോ മൂവിങ് ഫ്രം വൺ ഗ്രെയിൻ ടു അനദർ ദ ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയൻറ്റേഷൻ ചേഞ്ചസ് റാപ്പിഡ്ലി. ഒരു ഗ്രെയിനിൽ നിന്ന് വേറെ ഗ്രെയിൻസ് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ the misalignment between adjacent grains can be quantified by the angle between the respective crystallographic orientation. This misalignment, if this misalignment is more than 10 degree, it is not a high angle grain boundary. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രെയിനിലോട്ട് വേറെ ഗ്രെയിനിലോട്ട് പോകുമ്പോഴത്തേന് there is a change in orientation of the grain. ആ ഒരു ചേഞ്ച് ഇൻ ഓറിയൻറ്റേഷൻ അഡ്ജസൻറ്റ് ഗ്രെയിൻസിൽ ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയാം. നമ്മൾ പഠിച്ചതാണ് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി, ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എല്ലാം പഠിച്ചതാണ്. അടുത്തതാണ് ടിൽറ്റ് ബൗണ്ടറി. സോ ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേന് ഈ നമ്മൾ ഡിസ്കസ് ചെയ്തു വെൻ വി ഗോ ഫ്രോം വൺ ഗ്രെയിൻ ടു അനദർ ഗ്രെയിൻ, സോ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദി ഗ്രെയിൻസ് ചേഞ്ചസ്. ആ ഓറിയൻറ്റേഷൻ, ആ ഒരു ആംഗിൾ അലൈൻമെൻറ്റ് ഡിഫറൻസ് 10 ഡിഗ്രിയെക്കാളും കുറവാണെങ്കിൽ അതായത് ആ ഓറിയൻറ്റേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ നൈബറിംഗ് ക്രിസ്റ്റൽ ഈസ് ലെസ് ദാൻ 10 ഡിഗ്രി, ദെൻ ഇറ്റ്സ് കോൾഡ് ടിൽറ്റ് ബൗണ്ടറി. അവിടെ ടിൽറ്റ് അതായത് ഓറിയൻറ്റേഷൻ ആ ഒരു ആംഗിൾ ഡിഫറൻസ് വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ രണ്ട് ക്രിസ്റ്റൽസ് പെർഫെക്റ്റ്ലി വാച്ചാണ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് വരുമ്പോഴത്തേന് ഇത്രയും ഡിഫറൻസ് ഉള്ളു. പക്ഷേ വലിയ ആംഗിൾ ഡിഫറൻസ് വരുമ്പോഴത്തേന് നല്ല ഒരു ആംഗിൾ ഡിഫറൻസ് വരും. അപ്പോൾ അത് ചെറിയൊരു ടിൽറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആംഗിൾ ഡിഫറൻസ് ലെസ് ദാൻ 10 ആണെങ്കിൽ എന്ത് പറയാം? ലെസ് ദാൻ 10 ആണെങ്കിൽ അവിടെ നമുക്ക് ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയാം. അത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി നമുക്ക് ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേന് എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് ഓഫ് സെയിം സൈൻ ഗെറ്റ് അറേഞ്ച്ഡ് വൺ അബോ. അത് ഓരോ ഈ ഇങ്ങനെ കാണിച്ചേക്കുന്നത് എന്താണ്? ഇതുണ്ടോ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇവിടെ വന്ന്, എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇവിടെ വന്ന്, എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ്. അപ്പം ഉണ്ടോ ഇവിടെ ഫുള്ളില്ല, ഇവിടെ എക്സ്ട്രാ പ്ലെയിൻ എക്സ്ട്രാ പ്ലെയിൻ എക്സ്ട്രാ പ്ലെയിൻ. അപ്പോൾ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, ഈ ഒരു ടിൽറ്റ് ഡിസ്ലൊക്കേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ടിൽറ്റ് ബൗണ്ടറീസ് ആർ ഫോംഡ് വെൻ അറേ ഓഫ് പാരലൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് ഓഫ് സെയിം സൈൻ ഗെറ്റ് അറേഞ്ച്ഡ് വൺ അബവ് ദി അനദർ. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ടിൽറ്റ് ബൗണ്ടറി ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ they are formed mechanically deformed, they are formed in mechanically deformed material during the process of recovery. അതായത് മെക്കാനിക്കൽ ഡിഫോം മെറ്റീരിയൽസ് ഡ്യൂറിങ് ദ റിക്കവറി പ്രോസസ്സിലാണ് ഈ ഒരു ടിൽറ്റ് ബൗണ്ടറി ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ട്വിൻ ബൗണ്ടറിയാണ്. ട്വിൻ ബൗണ്ടറി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവിടെ ട്വിന്നിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു ട്വിൻ ബൗണ്ടറി എന്താ. ട്വിൻ ബൗണ്ടറി പറഞ്ഞണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബൗണ്ടറി ഇഫ് ദ മിറർ ഇമേജ് ഓഫ് ദാറ്റ് ഓൺ ദി അതർ സൈഡ് ദ ബൗണ്ടറി ഈസ് ഓൺ എ ട്വിൻ ബൗണ്ടറി. അപ്പോൾ നമ്മൾ പറഞ്ഞ ട്വിന്നിങ്ങിന് ശേഷം, ട്വിന്നിങ് എന്ന് പറയുന്ന സംഭവം നടന്നു കഴിയുമ്പോഴത്തേന് ആ ഒരു ബൗണ്ടറിയിൽ അപ്പുറം ഇപ്പുറമുള്ള ആറ്റംസ് എന്തായിരിക്കും? മിറർ ഇമേജ് ആയിട്ടായിരിക്കും വരുന്നത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന ബൗണ്ടറിയാണ് ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ബൗണ്ടറി ഇവൻ
arrangement of atoms on one side of the boundary is a mirror image of that of the other side, then the boundary is known as twin boundary. അപ്പോൾ ട്വിൻ ബൗണ്ടറി നമ്മൾ പെയറായിട്ടാണ് ഒക്കൂർ ചെയ്യുന്നത്. അത് ഇവിടെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽ ഗ്രോത്തിൽ മെക്കാനിക്കൽ ഡിഫോർമേഷൻ ഓർ അനീലിംഗ്. അപ്പോൾ ഇത്രയും പ്രോസസ്സിലുണ്ടാകുന്നു. ട്വിൻ ബൗണ്ടറി എന്നാണ് നമുക്ക് ഫിഗർ നോക്കുന്നത്. നോക്കി ഇത് കണ്ട, ഇത് ഇങ്ങനെ വന്നു, അടുത്തത് അതിൻ്റെ മിറർ ഇമേജ് വന്നു, അടുത്തെന്താ അതിൻ്റെ മിറർ ഇമേജ് വന്നു. അപ്പോൾ അങ്ങനെ മിറർ ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റലും ഈ ഒരു ഗ്രെയിനും മിറർ ഇമേജ്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി പറയുന്ന പേരാണ് ട്വിൻ ബൗണ്ടറി. അതുപോലെ തന്നെ ഈ ഒരു ഗ്രെയിനും മിറർ ഇമേജ്, ഇതിങ്ങനെ അതിൻ്റെ മിറർ ഇമേജാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി പറയുന്നവരാണ് അടുത്ത ട്വിൻ ബൗണ്ടറി. അപ്പോൾ ട്വിൻ ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ തൊട്ട് അഡ്ജസ്റ്റൻറ്റിലുള്ള ഗ്രെയിൻസ് മിറർ ഇമേജസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്വിൻ ബൗണ്ടറിക്കകത്ത് പറയാനുള്ളത്. ഈ ലാസ്റ്റ് സ്റ്റാക്കിംഗ് ഡിഫക്റ്റ് എന്ന സ്റ്റാക്കിംഗ് ഡിഫക്റ്റ് അല്ലെ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയാം. സ്റ്റാക്കിംഗ് ഫോൾട്ടാണ്. ഓക്കെ, FAULT. ഓക്കെ, സ്റ്റാക്കിംഗ് ഫോൾട്ട്. അപ്പോൾ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേന് അതെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാക്കിംഗ് ഡിഫക്റ്റ് എന്ന് പറയും. സ്റ്റാക്കിംഗ് ഫോൾട്ട് റെപ്രസെൻറ്റ് ഇൻട്രപ്ഷൻ ഇൻ 1 or 2 ലെയർ ഇൻ സ്റ്റാക്കിംഗ് സീക്വൻസ് ഓഫ് ആറ്റംസ്. ഫോർ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ FCC ഒക്കെ നോക്കുകയാണെങ്കിൽ FCCക്കകത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ സ്റ്റാക്കിംഗ് സീക്വൻസ് പറയുമ്പം ABC അങ്ങനെ ആയിരിക്കും സാധാരണയായിട്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഡ്യൂ ടു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ദിസ് അറേഞ്ച്മെൻറ്റ് മേ ബി ഡിസ്റപ്റ്റഡ് ആൻഡ് സ്റ്റാക്കിംഗ് സീക്വൻസ് ഓഫ് അതിനകത്ത് വ്യത്യസ്തമായിട്ട് സാധാരണ ABC എന്ന് പറയുന്നതിന് പകരമായിട്ട് ഒരു ഡീഫോർമേഷൻ കൊണ്ട് ABC, പിന്നെ CBA, പിന്നെ CBA, BCA കണ്ടോ. ഇതിനകത്ത് നമുക്ക് ABC എന്ന് പറഞ്ഞതിൻ്റെ പകരം നോക്കി ഒരു ഡിഫക്റ്റ് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട് അല്ലെങ്കിൽ സ്റ്റാക്കിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.